അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. എവിടെ കുറവ് കാണുന്നോ അവിടെ ചെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നികത്തി കൊടുക്കുന്നു. ഇതാണ് സെർവന്റ് ലീഡർഷിപ്പ്. അപ്പം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഈ ദൈവവിളി ജീവിക്കുമ്പം എന്താണ്, എല്ലാവരും മറ്റുള്ളവരുടെ ശുശ്രൂഷകരായിട്ട് എന്ത് ചെയ്യണം? മാറണം. പൊതുവെ അമ്മമാരാണ് എല്ലാവരുടെയും ശുശ്രൂഷകര്. അതിരാവിലെ ഉണരും, ഏറ്റവും അവസാനം ഉറങ്ങുന്നതും ആരാ? അമ്മയാണ്. ജോലി ചെയ്യുന്ന സ്ഥലം അടുക്കള. എന്തു തിന്നുന്നത്? എല്ലാവരും മിച്ചം വെക്കുന്ന എല്ലാം തിന്ന് വണ്ണം വയ്ക്കും. നല്ലതെല്ലാം ആർക്ക് കൊടുക്കും? മറ്റുള്ളവർക്ക് കൊടുക്കും. ഉള്ള വേസ്റ്റും തലയും മാരും എല്ലാം തിന്ന് അവസാനം വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടി മൊത്തം തിന്ന് എന്ത് ചെയ്യും? വണ്ണം വയ്ക്കും. അത് പോരാ, അമ്മ മാത്രം പോരാ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ഒരു സപ്പോർട്ട്. ഞാൻ ലോകത്ത് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിരാവിലെ വൈകി ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ ഹസ്ബൻഡിന് എന്ത് കോഫി, പിന്നെ പിള്ളേർക്കെല്ലാം എന്ത് ചെയ്യുന്നു? ചോറ് വെക്കുന്നു, എല്ലാവരെയും പൊതി കെട്ടുന്നു, അവരുടെ തന്നെ എന്ത് ചെയ്യുന്നു? തുണി തേച്ച് കൊടുക്കുന്നു, പിള്ളേരെ എല്ലാം പറക്കി റോഡിൽ കൊണ്ടുവന്ന് നിർത്തുന്നു, എന്ത് ചെയ്യുന്നു? ബസ് കയറ്റി വിടുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? എല്ലാവരുടെയും സാധനങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നത് പോലെ അങ്ങ് എന്ത് ചെയ്യുമായിപ്പോ. ബാക്കിയുള്ളവരെല്ലാവരും എന്താണ്? ഒരു കംഫർട്ട് സോണിൽ ജീവിക്കുന്നു. അതല്ല നമ്മുടെ ക്രിസ്ത്യൻ ഫാമിലി ലൈഫ്. എന്താണ്? എല്ലാവരും മറ്റുള്ളവരുടെ ഒരു ദാസന്മാരായി മാറുന്ന ഒരു സെർവന്റ് എന്താണ് ലീഡർഷിപ്പാണ് കേട്ടോ യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അടുത്ത ഒരു സംഭവം എന്ന് വെച്ചാൽ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും നല്ല ദാനമാണ് എന്ത്? മക്കൾ. ദൈവത്തിന്റെ ദാനം, ഉദരഫലം, ഒരു സമ്മാനം. സങ്കീർത്തനം 127:3 മനോഹരമായ ദൈവവചനമാണ്. ദൈവത്തിന്റെ ദാനമാണ്. ആരുടേതാണിത്? മക്കള് ദൈവത്തിൻ്റെതാണ്. നമ്മളിലൂടെ എന്ത് ചെയ്തേ ഉള്ളൂ? വന്നേ ഉള്ളൂ. നമ്മുടെ മക്കളാണെന്ന് നമുക്ക് പറയാം. പക്ഷെ എത്രയോ ആളുകൾക്ക് മക്കളില്ല. എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നു മക്കൾക്ക് വേണ്ടി. ദൈവം തരുന്നു. ദൈവത്തിന്റെ ദാനമാണ് എന്ത്? മക്കൾ ദൈവത്തിന്റെ ദാനം. ഉദരഫലം എന്താണ്? ഒരു സമ്മാനമാണ്. അപ്പൊ ദൈവം തന്നതാണ്. ഇത് ദൈവം തന്നതാണെന്ന് ഒരു ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ എന്തൊരു ഭയങ്കര വ്യത്യാസമായിരിക്കും. മാർപ്പാപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ജപമാല എങ്ങനെ നമ്മൾ കൊണ്ടു നടക്കും? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്നപ്പോൾ ഒരു ജപമാല കിട്ടി മാർപ്പാപ്പയുടെ കയ്യിൽ നിന്ന് എന്ന് വിചാരിക്കും, ഒരു എക്സാമ്പിള്. അപ്പൊ നമ്മൾ ആ ജപമാല എങ്ങനെ കൊണ്ട് നടക്കും? 2 മണി പൊട്ടിപ്പോയി, നമുക്ക് പ്രോബ്ലം ഉണ്ടോ? കളയുമോ? ഇല്ല. അപ്പൊ ആരുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു എന്നുള്ളത് എന്താണ്? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി ജീവിത പങ്കാളി ആരുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചത്? ഈശോയുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചത്. നമുക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് ഗിഫ്റ്റാണ് ആര്? ജീവിത പങ്കാളി. നമുക്ക് സ്നേഹിക്കാനും നമുക്ക് വളർത്താനും വിശദീകരിക്കാനുമായിട്ട് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ജീവിത പങ്കാളി. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ദാനം. അപ്പം എന്താണ്, നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ നിനക്ക് തന്ന കുഞ്ഞെവിടെ എന്ന് ദൈവം ചോദിക്കുമ്പോഴേ നമ്മൾ എന്ത് മറുപടി പറയും? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആള് അതെന്ത് ചെയ്യുക? ഒരു ലെവൽ കഴിഞ്ഞ് നമ്മളത് ചോദിക്കുക, എവിടെ ഞാൻ നിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ച കുഞ്ഞ്? നീ അതിനെ എവിടെ വരെ എത്തിച്ചു? ഉറപ്പായിട്ട് ദൈവം നമ്മുടെ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണ്? നിന്റെ പങ്കാളി എവിടെ? മേളിൽ ചെല്ലുമ്പോൾ ഉറപ്പായിട്ട് ചോദിക്കുന്നത് എത്ര റാങ്ക് ഉണ്ടായിരുന്നു, എത്ര ബാലൻസ് ഉണ്ടായിരുന്നു, A+ ഉണ്ടായിരുന്നോ, ഇങ്ങനെയുള്ള എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊന്നും ചോദിക്കത്തില്ല. ഉറപ്പായിട്ട് ചോദിക്കുന്ന ആദ്യ ചോദ്യമാണ് എന്ത്? നിന്റെ ജീവിത പങ്കാളി എവിടെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നാച്ചുറലി എന്താണ്? മക്കളെവിടെ? 2 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. പിന്നെ എന്തുമാത്രം സ്നേഹിച്ചു, എന്തുമാത്രം ക്ഷമിച്ചു, എങ്ങനെ ഈസി ആയിട്ട് നമ്മൾ മറന്നു, എത്ര സാരമില്ല പോട്ടെ പറഞ്ഞു, എത്ര ചെറിയ കാര്യങ്ങളെ എന്താക്കി വലുതാക്കി, എത്ര വലിയ പ്രശ്നങ്ങളെ നമ്മൾ നിസ്സാരമായിട്ട് അവരുടെ കൂടെ ചേർന്ന് നിന്ന് എന്ത് ചെയ്തു? പ്രൊട്ടക്ട് ചെയ്തു. ഇതൊക്കെയാണ് മുകളിലെ ചോദ്യങ്ങൾ. ഉറപ്പായിട്ട് കേട്ടോ നമ്മുടെ ഭൂമിയിലെ ചോദ്യങ്ങളൊന്നും മുകളിൽ എന്ത് ചെയ്യത്തില്ല, ചോദിക്കത്തേ ഇല്ല. അവിടുത്തെ ചോദ്യങ്ങൾ. പക്ഷെ ഉറപ്പായിട്ട് നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ദൈവം നമ്മുടെ കയ്യിലോട്ട് ഏൽപ്പിച്ച സൂക്ഷിപ്പുകാരാണ്. നമ്മൾ മക്കളുടെ സൂക്ഷിപ്പുകാരാണെന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അപ്പൊ എങ്ങനെയാണ് സങ്കീർത്തനം 133:1 സഹോദരർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ ഒരു മുൻ ആസ്വാദനമായിരിക്കണം എന്ത്? ശരിക്കും an experience of heaven on this earth. അതായിരിക്കണം എന്ത്? കുടുംബം. ശരിക്കും ആ ഒരു കോണ്ടെക്സ്റ്റിൽ പ്രോ ലൈഫിന്റെ ചിന്ത ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ശരിക്കും കുടുംബം ഒരു സ്വർഗമായി തീരുന്നതിനകത്ത് മക്കളുടെ എണ്ണം ഒരു പോസിറ്റീവ് ഫാക്ടറാണ്.
ഓൾറെഡി പ്രസവകാലമെല്ലാം തീർന്നെങ്കിൽ വിഷമിക്കണ്ട, അടുത്ത തലമുറയെ എൻകറേജ് ചെയ്താൽ മതി. ഞാനിപ്പോഴേ എൻ്റെ 4 എണ്ണത്തിനെ ഇരട്ടകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇരട്ടകളൊക്കെ വന്നാൽ വളരെ എളുപ്പമല്ലേ. ഒരു പ്രസവത്തിന് 2 എണ്ണം വെച്ച് 3 എണ്ണം ഒക്കെ വെച്ച് വന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രസവത്തിന് കൂടുതൽ മക്കളെ കിട്ടും. നമ്മൾ കേരളത്തിൽ ഏറ്റുമാനൂരിനടുത്ത് ഇരട്ടകളുടെ ഒരു പള്ളിയുണ്ട്, കേട്ടിട്ടുണ്ടോ? അവിടെ പോയി പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ഇരട്ടകളെ കിട്ടും കേട്ടോ. അവിടെ മുഴുവൻ ഇരട്ടകളാണ്. അനേക വീടുകളിൽ ഇരട്ടകൾ, എല്ലാ അച്ഛന്മാരായി ഇരട്ട അച്ഛന്മാര്. ഇനി കല്യാണമൊക്കെ നടക്കുമ്പോഴും ഇരട്ടകളാണ്. 2 ഇരട്ട ചെറുക്കന്മാർ, ഇരട്ട പെൺപിള്ളേര്, പാടുന്നത് ഇരട്ട പിള്ളേര്, ആൾത്താര ബാലന്മാർ ഇരട്ടകള്, കല്യാണം കഴിപ്പിക്കുന്ന അച്ഛൻ ഇരട്ടകള്. അങ്ങനെ നടക്കുന്ന പള്ളിയാണ് ഏത്? ഏറ്റുമാനൂരിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്. 2 കൊച്ചു ശിശുക്കളായ വിശുദ്ധരുടെ പള്ളിയാണ്. ഭയങ്കര ഫേമസ് പള്ളിയാണ്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഞങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നു, പോയില്ല ഇതുവരെ. പക്ഷെ ലേറ്റായിട്ട് അറിഞ്ഞ്, അല്ലായിരുന്നെങ്കിൽ ആദ്യം മുതലേ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചേനെ? ഇരട്ടകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അടുത്ത തലമുറയെ നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യണം. കാരണം മക്കൾ ദൈവത്തിന്റെ ദാനം, ഉദരവൽ ഒരു സമ്മാനം. നമ്മുടെ ഈ മറ്റുള്ള ആളുകളുമായിട്ട് മത്സരിക്കാനൊന്നും അല്ല കേട്ടോ, മത്സരിക്കാനൊന്നും അല്ല. ശരിക്കും അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. കൂടുതൽ മക്കളുണ്ടാകണം, കുടുംബം സ്നേഹത്തിന്റെ ഒരു സ്വർഗമാകണം. ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് 5 ഉമ്മ കിട്ടും. 4 പിള്ളേരുടെ ഉമ്മയും ദീപ്തിയുടെ ഉമ്മയും. നല്ലതല്ലേ? രാവിലെ ഇത്തിരി സെറട്ടോണിനും ഡോപ്പമിനും സന്തോഷവും സ്നേഹവും ഒക്കെ ആയിട്ട് ജീവിതം തുടങ്ങുന്നത് ഭയങ്കര ഒരു സ്വർഗമായിട്ട്. അതിന് പോലെ ഡയമെൻഷൻ ഉണ്ടെന്ന് ഞാൻ കൂട്ടത്തിൽ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി മക്കളെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കുട്ടികളുടെ ഓർഡറിന് ഒരു പ്രാധാന്യമുണ്ട്. 1ാമത്തെ കുട്ടി എങ്ങനെ ആയിരിക്കും? നമ്മൾ ഭയങ്കര രാജാവിനെ പോലായിരിക്കും എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുന്നത്. കുറച്ച് നാള് അപ്പോഴത്തേക്ക് ആര് വന്നു? 2ാമത്തെ ആള് വന്നു. ആദ്യത്തെ ആളുടെ കഥ എന്ത് ചെയ്തു? കഴിഞ്ഞു. പിന്നെ എല്ലാം എന്ത് പറയും? നീ മാറിയിരിക്ക്, അവൻ കഴിക്കട്ടെ, അവനും കൊടുക്ക്. എപ്പോഴും ചോയ്സ് പിടിച്ചോണ്ടിരിക്കണോ? കുഞ്ഞിന് കൊടുക്ക്. എപ്പോഴും എല്ലാവരുടെയും നോട്ടം ആർക്കാ? കുഞ്ഞിനെ മാത്രം. എല്ലാവരും വന്ന് ആരെയും നോക്കുക? കുഞ്ഞിനെ നോക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. പിന്നെ ഒരു ഭയങ്കര ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ആർക്ക്? ഈ മൂത്ത ആൾക്ക്. പിന്നെ ജോലികളെല്ലാം വരുമ്പോൾ ആർക്ക്? മൂത്ത ആൾക്ക്. സ്നേഹമെല്ലാം വരുമ്പോൾ ആർക്ക്? 2ാമത്തെ ആൾക്ക്. അപ്പോൾ ഭയങ്കര ഐഡന്റിറ്റി ക്രൈസിസ്. അതുകൊണ്ടാണ് ഈ സിബ്ലിംഗ് റൈവൽറി ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ എന്തോ ശ്രദ്ധിക്കണം? എപ്പോഴും പറയണം, കുഞ്ഞാരുടെയാ? 2ാമത്തെ കുഞ്ഞാരുടെയാ? നിന്റെയാ. ഇതാണ് നമ്മൾ എപ്പോഴും പറയേണ്ടത്. എപ്പോഴും കുഞ്ഞിനെ എവിടെ ഇരുത്തണം? മടിയിലിരുത്തണം. എപ്പോഴും കുഞ്ഞിന് എന്തെങ്കിലും ഒന്ന് സാധനം കൊടുക്കുന്നതിന് മുമ്പേ അതിനെക്കാട്ട് കുറച്ചും കൂടെ വലുത് ആർക്ക് കൊടുക്കണം? മൂത്ത ആൾക്ക് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട? കൊടുക്കണ്ട. മൂത്ത ആൾക്ക് 5 ഉമ്മ കൊടുത്തിട്ട് ചെറിയ കുഞ്ഞിന് എത്ര ഉമ്മ കൊടുക്കണം? 3 ഉമ്മ കൊടുക്കണം. നമ്മൾ ശ്രദ്ധിക്കണം ഇത്. കാരണം അല്ലെങ്കിൽ അവർ തമ്മിൽ കുഞ്ഞുനാൾ മുതലേ നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്തു? ഒരു മത്സരം. ക്ലാസ്സിലെ ടീച്ചർ പറയാം, ഫസ്റ്റ് ആകണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ 10 തവണ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവൻ ആലോചിക്കും, ക്ലാസ്സിൽ 40 പേരെയും 39 എണ്ണത്തിനെ എന്ത് ചെയ്യണം? തോപ്പിച്ച് എനിക്ക് എന്താകണം? ഫസ്റ്റ് ആകണം. അറിയാതെ ടീച്ചർ ഇങ്ങനെ ഒരു സ്പിരിറ്റാണ് കുട്ടിയുടെ ഉള്ളിലോട്ട് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. നീ മിടുക്കനാവണം, നിന്റെ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യണം എന്നുള്ള ചിന്തയാണ് ആർക്ക് കൊടുക്കേണ്ടത്? കുഞ്ഞിന് ആക്ച്വലി നമ്മൾ കൊടുക്കണ്ടേ. പകരം നമ്മൾ എന്തോ കൊടുക്കുന്നത്? ഇവരെ എല്ലാം തോപ്പിക്കണം എന്നുള്ള സാധനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അറിയാതെ നമ്മളിങ്ങനെ ഒരു മത്സരബുദ്ധി കൊടുക്കരുത്. നമ്മളൊരു ടീമാണ്. ഈ പുതിയതായിട്ട് വന്ന കുഞ്ഞ് ആരുടെയാ? നിന്റെയാണ്. ഇറ്റ്സ് യുവർ പ്രോപ്പർട്ടി, നിന്റെ ഏറ്റവും വലിയ. അപ്പം കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ജീവനുള്ള കളിപ്പാട്ടങ്ങളാണെന്ന് ഒരു കൊച്ചു പറഞ്ഞു അമ്മയടുത്ത് അപ്പഴടുത്ത് പറയൂ, എനിക്ക് കളിപ്പാട്ടം വേണമെന്ന്. കുറേ കളിപ്പാട്ടം കൊണ്ട് കൊടുത്തു മാതാപിതാക്കൾ. അപ്പോൾ കൊച്ചു പറയൂ, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ജീവനുള്ളൊരു കളിപ്പാട്ടമാണ് വേണ്ടതെന്ന്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ആര്? ഒരു സിബ്ലിംഗ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. റെഡി? അപ്പോൾ കളിക്കുകയും ചിരിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്നത്. പാരച്യൂട്ട് ഫ്ലൈസ് ഓൺലി വെൻ ഇറ്റ് ഈസ് ഓപ്പൺ എന്ന് പറയുന്ന പോലാണ് കുഞ്ഞ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും അവൻ എന്ത് ചെയ്യണം? മിണ്ടാനും വർത്താനം പറയാനും കൂട്ടുകൂടാനും കളിക്കാനും ചിരിക്കാനും പങ്കുവയ്ക്കാനും സ്നേഹിക്കപ്പെടാനും ഈവൻ വഴക്ക് കൂടാനും പോലും ആര് വേണം? സിബ്ലിങ്സ് വേണം. ഓക്കെ. ഇപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഭയങ്കര വിഷമിക്കേണ്ട. അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്താൽ മതി? പ്രാർത്ഥിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ മതി. ഓക്കെ, ഫൈൻ. അപ്പം 2ാമത്തെ കുഞ്ഞിൻ്റെ പ്രത്യേകത എന്താണ്? 2ാമത്തെ കുഞ്ഞ് ഭയങ്കര കംഫർട്ട് മാത്രം അനുഭവിച്ച് അവൻ ജീവിതത്തിൽ ഒരു അമ്പേ പരാജയമായി പോകും. പ്രിയപ്പെട്ടവരെ, 2ാമത്തെ കുഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. പല വീടുകളിലും 2ാമത്തെ കുഞ്ഞ് എന്തായിരിക്കും?
ഭയങ്കര ആവറേജ് ആയിരിക്കും. മറ്റവനാണെന്നുണ്ടെങ്കിൽ ലീഡർഷിപ്പ് റോളൊക്കെ കിട്ടി അവൻ ലീഡറാവും. അല്ലെങ്കിൽ അവൻ ഈ കമ്പയർ ചെയ്ത് അവൻ ഡിപ്രസ്ഡ് ആയി പോകും. അപ്പോൾ മൂന്നാമത്തെ കുഞ്ഞും കൂടെ വരുമ്പോഴാണ് ഈ മൂന്നാമത്തെ കുഞ്ഞിന് നാലാമത്തെ കുഞ്ഞിനൊക്കെയാണ് ഭയങ്കര റോയൽ ട്രീറ്റ്മെൻറ്റാണ്. അവരെ ഒന്നും ചെയ്യിപ്പിക്കത്തില്ല, എല്ലാവരും ചെയ്തോണം, മറ്റുള്ളവർ ചെയ്തോണം, ഭയങ്കര ഒരു കംഫർട്ടിലാണ് ഈ മൂന്നാമത്തെ കുഞ്ഞ് എന്ത് ചെയ്യുന്നത്, വളർന്നു വരുന്നത്. അതുകൊണ്ട് അവൻ്റെ പേഴ്സണാലിറ്റി എന്തായി പോവും? സ്ട്രോങ് ആവുമല്ല ചെയ്യുന്നത്, അവൻ്റെ പേഴ്സണാലിറ്റി എന്താവും? വീക്കായി പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായ ഒരു ജാഗ്രത, ശ്രദ്ധ കൊടുക്കണം. തുല്യതയാണോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്? തുല്യമായിട്ട് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യണം. ശരിയാണോ? ശരിയാണെങ്കിൽ കൈ ഉയർത്ത്. വെരി ഗുഡ്. അപ്പോൾ തുല്യമായിട്ട് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യണം. തെറ്റാണെങ്കിൽ കൈ ഉയർത്ത്. അപ്പോൾ ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഒരാൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എല്ലാവർക്കും തുല്യത 5 ദോശ. എല്ലാവർക്കും തുല്യത, എല്ലാവർക്കും സ്മാർട്ട് ഫോണ്. തുല്യതയാണോ വേണ്ടത്? ഇക്വാളിറ്റി അല്ല, എക്വിറ്റിയാണ് വേണ്ടത്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച്, പ്രിയപ്പെട്ടവരെ. അപ്പോൾ മൂത്ത കുഞ്ഞ് അവൻ എന്താണ്, ഇപ്പോൾ അവൻ 2ാമത്തെ കുഞ്ഞ് വരുമ്പോൾ അവന് ആവശ്യമുണ്ട്, ലവ് നീഡുണ്ട്. അവൻ്റെ ലവ് ലാംഗ്വേജ് തിരിച്ചറിയണം. എന്തൊക്കെയാണ് അവന് സ്നേഹം പ്രകടിപ്പിക്കുന്നത്, എങ്ങനെയൊക്കെയാണ്. 3 കുഞ്ഞുങ്ങളുണ്ട്, 3 പേര് ഒരേപോലാണോ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? 3 കുഞ്ഞുങ്ങളെ ഇക്കിളിയാക്കി നോക്ക്, ഒരേപോലാണോ ഇക്കിളി? ഒരാൾക്ക് ചെറിയ പിടിച്ചാൽ ഇക്കിളിയാവും, ഒരാൾക്ക് മുതുകത്ത് തൊട്ടാൽ ഇക്കിളിയാവും, ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഇക്കിളിയാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇക്കിളിയാവും. എല്ലാം ഭയങ്കര യുണീക്ക് കഥാപാത്രങ്ങളാണ്. എല്ലാം അതേ പറഞ്ഞ ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന്. എല്ലാ അപ്പൻ്റെ അമ്മയുടെ 21 46 ക്രോമസോമാണ്. പക്ഷെ പിള്ളേർ ടോട്ടലി എന്താണ്, ഡിഫറെൻ്റ് കഥാപാത്രങ്ങളാണ്. അവർ ഒരേപോലെയല്ല. ഓരോ ആളുകളുടെയും ലവ് ലാംഗ്വേജ് എന്താണ്? അപ്പം തുല്യത. എല്ലാവരും എൻജിനീയറിങ്ങിന് പോട്ടെ, ശരിയാവൂ? ഇല്ല. ഒരാൾക്ക് വയലിനാണ്. സമയമായോ? ഇല്ല. ഓക്കെ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, എക്വിറ്റിയാണ്. എന്താണ് എക്വിറ്റി എന്ന് പറഞ്ഞുതരാം, പെട്ടെന്ന് ശ്രദ്ധിക്കണേ. വേൾഡ് കപ്പ് നടക്കുവാണ്. ഒരു മതിലിൻ്റെ അപ്പുറത്ത് വലിയ സ്ക്രീനിൽ വേൾഡ് കപ്പ് എന്ത് ചെയ്യുക, നടക്കുവാണ്. അപ്പം ഒരാൾ നിൽക്കുവാണ്. പിന്നെ നമ്മുടെ കോർഡിനേറ്റർ വേറൊരാൾ, കുറച്ചും കൂടെ പൊക്കമുള്ള, പിന്നെ ഭയങ്കര വലിയ പൊക്കമുള്ള ഒരാൾ. 3 പേർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കളി കാണാൻ പറ്റുന്നില്ല. തുല്യത. 3 പേർക്കും എന്താണ്, ഓരോ സ്റ്റൂള് കൊടുത്തു. ഇതാണ് എന്ത്, തുല്യത. ആര് കാണും? നല്ല പൊക്കമുള്ള ആൾ മാത്രം കാണും. പക്ഷേ നേരെ മറിച്ച് ഏറ്റവും പൊക്കമുള്ള ഒരാൾക്ക് 1 സ്റ്റൂളും 2ാമത്തെ ആൾക്ക് 2 സ്റ്റൂള് ഒരുമിച്ച് കണക്ട് ചെയ്ത കുറച്ചും കൂടെ പൊക്കമുള്ള ഒരു സാധനം, എന്നെ പോലെ ഒരാൾക്ക് ഒരു 4 സ്റ്റൂള് കളക്ട് ചെയ്ത വലിയൊരു സാധനം കൂടെ ആയി കഴിയുമ്പോൾ എക്വിറ്റി ആയി. എല്ലാവർക്കും മുകളിൽ കയറി ഇന്ന് കളി എന്ത് ചെയ്യാം, കാണാം. ഇതാണ് എന്ത്, എക്വിറ്റി. ഇക്വാളിറ്റി അല്ല. ഫാമിലിയിൽ എന്തല്ല, സമത്വമല്ല. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രായത്തിനനുസരിച്ച് മേ ബി അവൻ്റെ ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കേണ്ടി വരും. പക്ഷേ കൊച്ചു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചി ഗിഫ്റ്റൊക്കെ കൊടുത്തല്ലോ, അപ്പോൾ എനിക്കും ഗിഫ്റ്റ് ഇതാന്ന് പറഞ്ഞ ഒരു റിക്വയർമെൻറ്റ് ചിലപ്പം വേണ്ടി വരണമെന്ന് നിർബന്ധമില്ല. മൂത്ത ഒരാൾക്ക് ചിലപ്പോൾ ലാപ്ടോപ്പ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു കുട്ടിക്ക് ലാപ്ടോപ്പ് കൊടുക്കണോ? വേണ്ടല്ലോ. അപ്പം ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നീതിയുക്തമായ ഒരു പരിചരണമാണ് വേണ്ടത്, തുല്യമായ പരിഗണനയല്ല. കാരണം 3 കുട്ടികളുണ്ട്, 3 പേരും എന്താണ്, 3 ക്യാരക്ടറാണ്, 3 ലവ് ലാംഗ്വേജ് ആണ്, 3 ടാലൻസ് ആണ്, 3 സ്വപ്നങ്ങളാണ്, 3 ഭാവിയാണ്. ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ നർച്ചർ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ പണി? നമ്മുടെ പണി. ചെടി വളർന്ന് പുഷ്പിച്ച് കായ്ച്ചോളും. നമ്മളൊരു ഗാർഡനറിനെ പോലാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓവർ ഇൻഫ്ലുവൻസ് ചെയ്യാതെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കരിയറൊക്കെ അവർ സെലക്ട് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുന്ന കരിയറിൽ 10-30 വർഷം കിടന്ന് നരയിക്കുമ്പോഴേ അവൻ അന്നേരം ആലോചിക്കും, ഞാൻ എത്ര മാത്രം ആഗ്രഹിച്ചതാണ്, എൻ്റെ പപ്പയും മമ്മിയും എന്നെ സമ്മതിച്ചില്ലല്ലോ. എപ്പോഴും ഭയങ്കര വേദന ഊണ്ടായി കുട്ടികളുടെ ഉള്ളിൽ മാറും. അതുകൊണ്ട് വേണ്ടത് ചെറിയ ചെടിക്ക് കുറച്ച് വെള്ളം, നിങ്ങൾ സ്ലൈഡ് നോക്കിയാൽ മതി കേട്ടോ, പിന്നീട് കാണാം കേട്ടോ. കുറച്ചും കൂടെ വലിയ ചെടിക്ക് എന്ത്, കൂടുതൽ വെള്ളം. വലിയ മരത്തിന് നിറയെ വെള്ളം വേണം. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മൾ അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു പരിചരണമാണ് എന്ത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഈശോ നമ്മളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തെ കുട്ടി എന്താണ്, മാതാപിതാക്കളുടെ പൂർണ്ണ ശ്രദ്ധ ലഭിക്കുന്നു.
കൂടുതൽ മിടുക്കരായി അവർ കാണപ്പെടുന്നു. ഇളയവർ വരുമ്പോൾ തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് അവർ ഭയക്കുന്നു. അപ്പോൾ അവരെ ശ്രദ്ധിക്കണം. ഇളയവർ വന്നാലും എന്ത് ചെയ്യണം? അവർക്ക് മൂത്ത കുട്ടിക്ക് കൊടുക്കേണ്ട സ്നേഹം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. നമ്മുടെ ഉള്ളിൽ ഒരു പക്ഷപാതം ഉണ്ടാവരുത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു ഏറ്റവും മിടുക്കനായ ഒരു കുഞ്ഞാണ്, വേറൊരാൾ ഭയങ്കര ബിലോ ആവറേജ് ആണെന്നുണ്ടെങ്കിലും അപ്പനും അമ്മയും എങ്ങനെയായിരിക്കണം? ദൈവത്തെ പോലെ. എല്ലാവർക്കും ഒരേപോലെ മഴ, എല്ലാവർക്കും ഒരേപോലെ ചൂട്, എല്ലാവർക്കും ഒരേപോലെ തണൽ. ഇതാണ് ആര്? ദൈവം. നമുക്കങ്ങനെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? പറ്റണമെന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചില ആളുകളെങ്കിലും ഭയങ്കരമായിട്ട് ക്രേസി ആയിട്ട് ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും. ചിലർ ആണുങ്ങളെ പ്രോത്സാഹിപ്പിക്കും, ഗേൾസിനെ എന്ത് ചെയ്യത്തില്ല. ഇപ്പോഴേ വിചാരിക്കുമോ ഇവിടുന്ന് പോകേണ്ടതല്ലേ, ഇവനല്ലേ ഇവിടെ നിൽക്കേണ്ടത്. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളെ നമ്മുടെ കുടുംബങ്ങളിൽ ഒരിക്കലും അത് കയറി വരാതിരിക്കട്ടെ. ഭയങ്കരമായ ഒരു തുല്യത നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഒരു ബാലൻസ് നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഇവർ തമ്മിലുള്ള ഒരു പക്ഷപാതരഹിതമായ ഒരു പെരുമാറ്റം മാതാപിതാക്കന്മാർ കൊടുക്കണം. കുട്ടികൾ തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? മത്സരിക്കുന്നവരായി മാറരുത്. അവർ കൊളാബറേറ്റ് ചെയ്യുന്നവരായിട്ട് എന്ത് ചെയ്യണം? മാറണം. നീ നിൻ്റെ ചേട്ടനെ നോക്കിപ്പടി, നിൻ്റെ ചേച്ചിയെ നോക്കിപ്പടി, ഇങ്ങനെ പറയരുത്. കാരണം ഓരോ കുട്ടിയും എങ്ങനെയാണ്? ഓരോ രീതിയിലാണല്ലോ. അവർ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്ന ഈശോയെ പോലെ ആകണമെന്നുള്ളതാണ് നമ്മൾ അവർക്ക് എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഒരു മത്സരത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാവാതെ നമുക്ക് എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാം. കുട്ടികൾക്ക് ഒരു സ്നേഹത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ടാങ്ക് ഒരിക്കലും എംപ്റ്റി ആവരുത്, നിറഞ്ഞ് കവിഞ്ഞൊഴുകണം. എന്തിൻ്റെയൊക്കെയാണ്? സ്നേഹം, പ്രോത്സാഹനം, പ്രാർത്ഥന. 3 ടാങ്കും നിറഞ്ഞ് കവിഞ്ഞെന്ത് ചെയ്യണം? ഒഴുകണം. കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനൊക്കെ മാതാപിതാക്കന്മാരുടെ സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അവന് സെൽഫ് എസ്റ്റീം ഉണ്ടാവും. പപ്പയ്ക്ക് എന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോഴേ എപ്പോഴും നമ്മൾ കെട്ടിപ്പിടിച്ച് പറയണം, ദൈവം തന്ന കുഞ്ഞാ, നീ നന്നാവും, ഈശോയുടെ മോനാ, ഈശോയുടെ മോളാ, നന്നാവും, ഉറപ്പ്. കർത്താവ് എവിടെ ഇരിക്കുക? നിൻ്റെ ഉള്ളിലിരിക്കും. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. കൊളോസോസ് 4:3. റെഡി? കൊളോസോസ് 1:27, 2 കൊരിന്തോസ് 13:5. 3 വാക്യങ്ങൾ നമ്മൾ ഓർപ്പിക്കുക. ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു. അവൻ എല്ലാമാണ്, എല്ലാവരിലുമാണ്. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? 2 കൊരിന്തോസ് 13:5. അപ്പം യേശു ഉള്ളിലിരിപ്പുണ്ട്, യേശു ഉള്ളിലിരിപ്പുണ്ട്. അതുകൊണ്ട് നീ നന്നാവും. ദൈവം തന്ന കുഞ്ഞ് എന്നൊക്കെ നിരന്തരം നമ്മൾ പറയുന്നത് അവരെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തും. രണ്ടാമത്തെ നടുവിലത്തെ കുട്ടി എന്താണ്? അവനാണ് കൂടുതൽ സെക്യൂരിറ്റിയും ഒക്കെ കിട്ടുന്ന ഒരു കഥാപാത്രമാണ്. അവൻ പലപ്പോഴും ഈ മൂത്തവരുടെ ഇളവരുടെ ഇടയ്ക്ക് നിന്നുകൊണ്ട് അഡ്വാൻറ്റേജസ് ഒക്കെ എന്ത് ചെയ്യും? കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള കഥാപാത്രമാണ് ആര്? നടുവിലത്തെ കുട്ടി. ഏറ്റവും ഇളയ കുട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? കൂടുതൽ പാമ്പേർഡായിപ്പോയി. അവന് അവസരങ്ങൾ കിട്ടാതെ, എന്നാൽ കൂടുതൽ പ്രൊട്ടക്ഷൻ കൂടുതൽ കിട്ടി വളരുന്ന കുട്ടിയാണ്. ഇങ്ങനെ ഓവർ പാമ്പേർഡായി ലീഡർഷിപ്പ് റോൾ കിട്ടാതെ ഓവർ പ്രൊട്ടക്ഷൻ കിട്ടുന്ന കുട്ടികൾ വീക്കായി പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ എന്ത് ചെയ്യണം? അവരെ എല്ലാറ്റിലും കൊളാബറേറ്റ് ചെയ്യുകയും അവർക്കും ചെയ്യാനുള്ള വർക്കുകളെല്ലാം വീതിച്ചു കൊടുക്കുകയും അവർക്കും കൃത്യമായിട്ടൊരു റോള്. ഒരു കാര്യം ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് കിട്ടൂ? സന്തോഷം വരും. ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെക്കാട്ടിലും വലിയ ഒരു കാര്യം തുടങ്ങാനുള്ള ശക്തിയും ധൈര്യവും കിട്ടുന്നത്, ആത്മവിശ്വാസം കിട്ടുന്നത്. അതുകൊണ്ട് കൊച്ചു കുട്ടികളെ എല്ലാത്തിലും മാറ്റി നിർത്തി സേഫ് സോണിൽ പിടിക്കുകയല്ല ചെയ്യേണ്ടത്. ഇളയ കുട്ടികൾക്കും കറക്റ്റായിട്ടുള്ള ഒരു റോള് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ വീട് എന്ന് പറയുന്നത് ഭയങ്കര സുഹൃത്തുക്കളുടെ ഒരു വിളനില. ഞാൻ കൊച്ചു ത്രേസ്യയുടെ കാര്യം പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് കണ്ടുപഠിക്കാൻ എന്തുണ്ടാകണം? ഇഷ്ടംപോലെ കാര്യങ്ങൾ അവരെ ചെയ്ത് പഠിപ്പിക്കണം. ചാരിറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ വരുമ്പം എവിടെയെങ്കിലും ഒരു പൂർ ഹോമൊക്കെ സന്ദർശിച്ച് അവിടെയൊക്കെയുള്ള ആളുകളുടെ കൂടെയൊക്കെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുക. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഒരാൾക്ക് കൊടുക്കുന്നതിന് പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുക. ഇതൊക്കെ വാല്യൂസ് ആര് പഠിക്കും? നമ്മളിൽ നിന്ന് കുട്ടികൾ പഠിക്കട്ടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫണ്ടമെൻ്റലായിട്ടുള്ള പോസിറ്റീവ് പേരൻറ്റിങ്ങിനുള്ള 5 കാര്യങ്ങളാണ്. ഒന്നാമത്തത് അന്തരീക്ഷം, പോസിറ്റീവായിട്ടുള്ള ഒരു ഗൃഹ അന്തരീക്ഷം എന്ത് ചെയ്യുക? സൃഷ്ടിക്കുക. അപ്പം എൻ്റെ ട്വിൻസ് ബോയ്സ് തമ്മിൽ ഒരു ചെറിയൊരു വഴക്കുണ്ടായി. ഒരാൾ മറ്റേ ആൾക്ക് ഒരു അടി കൊടുത്തു. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഒരാളെ ഞാൻ വിളിച്ചു പറഞ്ഞു, മോനെ ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്ത് വെച്ചിരിക്കുക?
കൃത്യമായിട്ട് ഞാൻ ഓർത്ത് വെച്ചിരിക്കുവാണ്, നോട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനി നീ എന്തെങ്കിലും ഇങ്ങനെ പെരുമാറുന്നോ എന്ന് എന്ത് ചെയ്യാൻ നോക്കാൻ. കാരണം നിങ്ങൾ തമ്മിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ അത് നീ എന്തോ ചെയ്യേണ്ടത്, നീ അത് സോൾവ് ചെയ്യരുത്, നീ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കരുത്, നീ ഉടനെ അടിക്കാനും പ്രതികരിക്കാനും ഒന്നും പോവരുത്, നീ റിയാക്ട് ചെയ്യരുത്, നീ റെസ്പോണ്ട് ചെയ്യണം. നീ എന്തോ റെസ്പോണ്ട് ചെയ്യുന്നത്, നീ ഞങ്ങളോടിത് പറയുക, നീ അവിടെ തന്നെ സിറ്റുവേഷനിൽ പറയണം, ഞാനിത് പപ്പയെടുത്ത് മമ്മയെടുത്ത് ഞാനിത് അവതരിപ്പിക്കും. ഞങ്ങളും കൂടെ ചേർന്ന് നമ്മൾ അതിനകത്തൊരു സൗണ്ടായിട്ടുള്ള ഒരു സംഭവം വിലയിരുത്തി നമുക്കൊരു ജഡ്ജ്മെൻറ്റിൽ എത്താൻ പറ്റും. ഞാൻ ഇപ്പോഴേ പറഞ്ഞു വെച്ചിരിക്കുവാണ്, ഇനി എന്തെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇന്നത്തെ ഈ ഇൻസിഡൻറ്റ് ഞാനിങ്ങനെ ഓർത്ത് വെച്ചേക്കുവാണ്, ഇനി നിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു റെസ്പോൺസ് റിയാക്ഷൻ വരാൻ പാടില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു വെച്ചു ഈ ട്വിൻസിൽ ഒരാളോട്. ഇപ്പം ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പ്രിയപ്പെട്ട എൻ്റെ ഫ്രണ്ട്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു അന്തരീക്ഷം ഉണ്ടല്ലോ, അന്തരീക്ഷം. ഒരാൾ ഒരു കാര്യത്തിന് ഓടി വരും, ഉടനെ എല്ലാവരും എന്ത് ചെയ്യണം, ഓടി വരണം. ഒരാളൊരു കാര്യത്തിന് വിളിക്കുക. അപ്പം ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക, ഈ ഷോർട്സ് ഫുട്ബോളൊക്കെ നോക്കുവാണെങ്കിൽ പിള്ളേർ എന്ത് ചെയ്യത്തില്ല, എത്ര വിളിച്ചാലും എന്ത് ചെയ്യത്തില്ല, എണ്ണീക്കത്തില്ല. അവരതിനകത്ത് അബ്സോർഡ് ആയിട്ടിരിക്കുമല്ലേ. ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ്, എവിടെ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും എന്താണോ ചെയ്യുന്നത് അത് അന്നേരം നിർത്തി എന്ത് ചെയ്യണം, ചാടി ഇറങ്ങണം. ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ, ടയേർഡായിട്ട്. അപ്പോൾ ഇവിടെ ക്ലാസ്സിന് വരാൻ ഞാൻ 5:50 ആയപ്പോഴാണ് എന്ത് ചെയ്തത്, എണ്ണീറ്റത്. അപ്പോൾ പെട്ടെന്ന് ലാപ്ടോപ്പ് അത് ഇതെല്ലാം ഇത് ചെയ്തു, പെട്ടെന്ന് ചടപടപടപടാന്ന് ഒരുങ്ങി. ഇപ്പം ഞാൻ പെട്ടെന്ന് എല്ലാവരെയും വിളിച്ച് പെട്ടെന്ന് ഒരാൾ പോയി പെട്ടെന്ന് ട്രൈപോഡ് എടുത്ത് വെക്ക്, ഒരാൾ ഇപ്പോൾ ഫോൺ 3 എടുത്ത് വെക്ക്, ചാർജ് ഉണ്ടോയെന്ന് ഫോണിനകത്ത് നോക്ക്, ഒരാൾ പോയി ഗേറ്റ് തുറക്ക്, ഒരാൾ താക്കോലെടുക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരാൾ ബൈബിളെടുത്ത് ഫ്രണ്ട് സീറ്റിൽ കൊണ്ടുവയ്ക്കുന്നൊക്കെ പറഞ്ഞ് പടപട ചെയ്യിപ്പിച്ചു. പിള്ളേർ പാവങ്ങളല്ലേ, കിടന്നോട്ടെ വിചാരിക്കരുത്, ചെയ്യിപ്പിക്കണം. നിർബന്ധമായിട്ട് അവരെ കൊണ്ട് അവസരങ്ങൾ കൊടുത്ത് എന്ത് ചെയ്യണം, ചെയ്യിപ്പിക്കണം. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് അടുക്കളയിൽ കിടന്ന് നരകിച്ച് പിള്ളേരെങ്കിലും ഇത്തിരി കംഫർട്ടബിളായിട്ട് ജീവിക്കട്ടെ, ഭാവി കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടുക്കളയിൽ പോയി നരകിക്കാനുള്ളതല്ലേ, ചിന്തിക്കരുത്. ഇപ്പോഴേ പിള്ളേരെ എന്ത് ചെയ്യണം, അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും അവൻ അതിൽ നിന്ന് മാറത്തില്ല. ഏത് സുഭാഷിതം 22:6, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് അവൻ വ്യതിചലിക്കുകയില്ല. കുഞ്ഞുനാളിലേ എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കാനുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ കൊടുക്കാനായിട്ട്. 2, കുട്ടികളുടെ ആവശ്യങ്ങൾ അറിയാം. ഞാൻ മുമ്പേ ആവശ്യങ്ങൾ പറഞ്ഞു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്വയർമെൻറ്റ്സ് എന്താണ്, നമ്മുടെ ടൈം, നമ്മുടെ ടച്ച്, നമ്മുടെ സ്നേഹം, നമ്മുടെ പ്രോത്സാഹന വചനങ്ങൾ, റെഡി, നമ്മുടെ കൂടെയുള്ള ക്വാളിറ്റി ടൈം. വേറൊന്നും ചെയ്യാതെ അവരുടെ കൂടെ നമുക്കിരിക്കാൻ പറ്റണം. 3, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ദാനം എന്താണ്, യേശുവിനെ കൊടുക്കുന്നതാണ്, ഹോളി സ്പിരിറ്റിനെ കൊടുക്കുന്നതാണ്. വേറെ എന്തെല്ലാം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിള്ളേരെന്തായി പോവും, അവർ തകർന്നു പോകും. പ്രിയപ്പെട്ടവർ, ഏറ്റവും വലിയ സമ്പന്നര് ആരാ, ഈ ബിസിനസ് സിനിമാ താരങ്ങൾ. ഏറ്റവും വലിയ പോപ്പുലർ ആരാ, സിനിമാ താരങ്ങളാണ് പോപ്പുലർ. പക്ഷേ ഏറ്റവും അൺഹാപ്പിനെസ്സും എവിടാ, പലപ്പോഴും ഇങ്ങനെ പോപ്പുലറായിട്ടുള്ള കഥാപാത്രങ്ങളുടെ ജീവിതത്തിലാണ്. ഈ വാല്യൂസ് ഇല്ലാത്ത ലൈഫും മാരേജ് ബ്രേക്ക് ഡൗണും ഭയങ്കര ചിന്തിക്കാൻ പോലും പറ്റാത്ത ക്രൂവൽറ്റിയും ഒക്കെ ആ മേഖലകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും വരുന്നത്. നമുക്ക് തന്നെ കേരളത്തിൽ ഒത്തിരി കഥകൾ നമ്മൾ കേട്ടല്ലോ. അതിലെല്ലാം ഉപരിയായിട്ടുള്ള രീതിയിലുള്ളൊരു സംഭവമാണ് ജീവിതത്തിലുള്ള വിജയത്തിൻ്റെ സംഭവം. എന്താണ് ജീവിതത്തിലെ വിജയം? സന്തോഷം, സമാധാനം, സംതൃപ്തി. ഇതാണ് ജീവിത വിജയം. സന്തോഷം, സമാധാനം, സംതൃപ്തി, ഇതാണ് ആത്യന്തികമായ വിജയം. ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? യേശുവിൽ നിന്ന്. ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ നിധികൾ എവിടെ നിന്നാണ് വരുന്നത്? യേശുവിൽ നിന്ന്. അപ്പോൾ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വർക്ക്. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികളിൽ വിശ്വാസം എന്ത് ചെയ്യണം, നന്നായിട്ട്. അവർക്ക് യേശു ഒരു കഥയാവരുത്, അവർക്ക് യേശു എന്താവണം, ഒരു അനുഭവമാണ്. ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുമ്പോഴേ വീട്ടിൽ കൺഫ്യൂഷൻ വരുമ്പം എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്നറിയാം. ഞങ്ങൾ യെസ് നോ നോക്കും. പ്രിയപ്പെട്ടവരെ, യെസ് നോ. എന്തെങ്കിലും ഒരു ഭയങ്കര ഡിസ്പ്യൂട്ട് വരുവാണ്, ഞങ്ങൾ പിള്ളേരും തമ്മിലോ ഞാനും ദീപ്തിയും തമ്മിലോ ഒക്കെ ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ കൊച്ചു കൊച്ചു കാര്യങ്ങളാണേ അപ്പോഴേ എന്താണ്, യെസ് നോയാണ്. അപ്പോൾ ഒരു പേപ്പറിൽ വൈയും ഒരു പേപ്പറിൽ എന്നും എഴുതി ബൈബിളിനകത്ത് വെച്ച് എല്ലാവരും കൂടെ കുറച്ച് നേരം വന്നിരുന്ന് പ്രാർത്ഥിച്ച് കുലുക്കി ഒരെണ്ണം എടുക്കും. യെസ്സാ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ ചെയ്യുന്നു, നോ ആണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നില്ല. കൊള്ളാമോ ഈ പരിപാടി?
എൻ്റെ ജീസസ് യൂത്തിലെ നമ്മുടെ ഒരു ബ്രദർ പഠിപ്പിച്ചതാണ് കേട്ടോ, തൃശ്ശൂരുകാരൻ ജീസസ് യൂത്തിൻ്റെ ഒരു ഫൗണ്ടിങ് ലീഡർ പഠിപ്പിച്ചതാണ് കേട്ടോ, എല്ലാം യെസ് നോ നോക്കി ചെയ്യണമെന്ന്. ഇത് ബിബ്ലിക്കലാണോ? ആണ്. എങ്ങനെ, എവിടെ ബൈബിളിൽ നമ്മളിത് കാണുന്നത്? മത്തിയാസിനെ തിരഞ്ഞെടുക്കുക 12-ാമത്തെ ഇതിൽ. പക്ഷേ വലിയ കാര്യങ്ങളിൽ യെസ് നോ നോക്കരുത് കേട്ടോ. വലിയ കാര്യങ്ങളിൽ പല ലെവൽസ് ഓഫ് കൺഫർമേഷൻ എടുക്കണം. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? കുറേ ദിവസം പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. വലിയ വലിയ കാര്യങ്ങളിൽ മാരേജ്, വസ്തു വിൽക്കുന്നത്, മേ ബി ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടൊക്കെ നമ്മളൊരു ജോയിൻ്റ് ബിസിനസ് തുടങ്ങുമ്പം, അങ്ങനെയൊക്കെയുള്ള ചില സന്ദർഭങ്ങളിൽ നമ്മൾ വീണ്ടും 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 നമ്മളെ കൺഫർമേഷൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വളരെ ഈസിയാണ്. എന്ത്? യെസ് നോ വെച്ച് ഞാൻ ഈ പിള്ളേരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ഇത് യെസ് നോ. അതുകൊണ്ട് എന്താണ്, യെസ് വന്നാൽ പിള്ളേർക്ക് പിന്നെ അതുവരെയുള്ള പ്രോബ്ലമേ ഉള്ളൂ. യെസ് വന്നാൽ എന്ത് ചെയ്തു? തീർന്നു. ഈശോയുടെ തീരുമാനം അറിഞ്ഞു, ഓക്കെ ഡൺ എന്ന് പറഞ്ഞ് മനസ്സോടാണെങ്കിലും പിന്നെ എല്ലാവരും പീപ്പിൾ ഫോൾ ഇൻ ലൈൻ. നോ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അതനുസരിച്ച് എനിക്ക് ഒരു രീതിയിലും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ ഞാൻ യെസ് നോ നോക്കുമ്പോൾ എന്ത് വന്നോളും? കറക്റ്റായിട്ട് കർത്താവ് എന്ത് കൊടുത്തോളും? നോ കൊടുത്തു. പക്ഷെ നമ്മൾ കള്ളം കാണിക്കരുത് കേട്ടോ. ഈശോ യെസ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കത് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിലും ഈശോ അത് ആഗ്രഹിക്കുന്ന മനസ്സിലാക്കി നമ്മളത് ചെയ്യുക തന്നെ വേണം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെച്ചാൽ ഒരു ആശയവിനിമയം വേണം. കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. നമ്മുടെ വരവ്, നമ്മുടെ ചെലവ്, നമ്മുടെ സാമ്പത്തിക ബാധ്യത, നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം ആരറിയണം? പിള്ളേരറിയണം. അപ്പോൾ അവർ തന്നെ പറയും, പപ്പ ആ ഷർട്ട് വേണ്ട പപ്പ, ഇത് മതി പപ്പ, അല്ല എനിക്കിപ്പോൾ ഓണത്തിന് വേണ്ട പപ്പ, നമുക്ക് ക്രിസ്മസിന് നോക്കാം. ഇങ്ങനെയൊക്കെ പിള്ളേർ പറഞ്ഞു തുടങ്ങും. നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവരറിയുമ്പം ആശയവിനിമയം വേണം, നല്ല ചർച്ചകൾ വേണം. ഞങ്ങളിടയ്ക്ക് എല്ലാവരും കൂടെ വട്ടത്തിലിരിക്കും കേട്ടോ. ഞാനിങ്ങനെ വട്ടത്തിലിരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്യും, ഇങ്ങനെ ഒരു സാധനം വരുവാണ്, വേണോ? ഭയങ്കര ഒരു ഡിബേറ്റായിരുന്നു എ സി വേണോ എന്നുള്ളത്. ഒരു 4-5-6 വർഷമായിട്ട് ചർച്ചയായിരുന്നു. നോ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവസാനം ഒരു എ സി എന്ത് ചെയ്തു? വാങ്ങിച്ച്. ഈ കഴിഞ്ഞ വേനലിൽ പിള്ളേർക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ രാത്രി പിള്ളേർ വീണ്ടും തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു എ സി വാങ്ങിച്ചു. എന്നാലും കുറച്ച് നേരം എ സി ഇട്ടൊന്ന് തണുപ്പിച്ചിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങും. കാരണം ഒരു ഭയങ്കര ഒരു ലക്ഷറിയിലോട്ട് ഇപ്പോഴേ പിള്ളേർ എന്ത് പോകരുത്. കാരണം ഭാവിയിൽ ടഫായിട്ടുള്ള സാഹചര്യങ്ങളിൽ അവർ ജീവിക്കണ്ടേ. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും നമ്മുടെ പൈസ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചുമ്മാതെ ലക്ഷറിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല. പലതവണ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ആലോചിക്കാനുള്ളതുണ്ട്. കാരണം നമ്മുടെ സമ്പത്തിൻ്റെ ഒരു കീപ്പർ മാത്രമാണ് നമ്മൾ. പലപ്പോഴും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾക്കായിട്ട് കൊടുക്കേണ്ടതാണ്. അതാണ് 4-ാമത്തെ കാര്യം. തുറന്ന കമ്മ്യൂണിക്കേഷൻ വേണം. 5-ാമത്തത് ഫൈൻ ടൈം ഫോർ പ്രെയർ. കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനും, പ്രത്യേകിച്ച് രാത്രി ഉറക്കമൊക്കെ ഉറങ്ങി ഞെട്ടി നമ്മൾ ഉണരുവാണെങ്കിൽ കുറച്ച് നേരം പോയിരുന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഉറക്കത്തിനിടയ്ക്കൊക്കെ ഉണരുമ്പോൾ. കാരണം ഡാനിലച്ചൻ എപ്പോഴും പറയാറുള്ളത് പോലെ വിശപ്പിനെ തോൽപ്പിച്ചുള്ള പ്രാർത്ഥന, ഉറക്കത്തെ തോൽപ്പിച്ചൊക്കെയുള്ള പ്രാർത്ഥന, അതിനൊക്കെ ഒരു ഭയങ്കര ഡബിൾ വാല്യൂ ആണെന്ന് പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ 5 കാര്യങ്ങൾ. 1, പോസിറ്റീവായിട്ടുള്ള എൻവയൺമെൻറ്റ് സൃഷ്ടിക്കുക. 2, എന്താണ്? കുട്ടികളുടെ ആവശ്യങ്ങൾ അറിയുക. 3-ാമത് അവരിൽ വിശ്വാസം വളർത്തണം. യേശു ഒരു രുചിയായിട്ട് മാറണം. അവർ യേശുവിനെ രുചിച്ചറിയണം. ഒരു സ്റ്റോറി ആയിട്ടിരുന്നാൽ പോരാ, ടാഞ്ചിബിൾ ആയിട്ടുള്ള സ്പർശനം അവർക്ക് എന്ത് ചെയ്യണം? കിട്ടണം. പിന്നെ അവരൊരിക്കലും എന്ത് ചെയ്യത്തില്ല, യേശുവിനെ വിട്ട് പോകത്തില്ല. അങ്ങനെയുള്ള ഗോഡ് എക്സ്പീരിയൻസസ് കുട്ടികൾക്ക് കിട്ടണം. 4-ാമത്തെ കാര്യം, ആശയവിനിമയം വേണം കുട്ടികളുമായിട്ട്. 5-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിരന്തരമായി നമ്മൾ അവരെ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? വെക്കണം. ഓരോ വിശുദ്ധ കുർബാനയിലും ജപമാലയിലും ഓരോ ധ്യാനം കൂടുമ്പോഴും ഓരോ പ്രാർത്ഥനാ പരിപാടികളിലും നമ്മൾ നമ്മുടെ മക്കളെ കർത്താവിൻ്റെ കയ്യിലോട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. നമ്മൾ പറയണം, നിൻ്റെ കുഞ്ഞാ, നീ നോക്കിക്കണം. ഞാനിവിടെ നിന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ എന്ന് പറയുമ്പം എനിക്ക് ഈ മക്കളുടെ ഭാവിയെപ്പറ്റി സത്യം പറഞ്ഞാൽ ഒരാശങ്കയില്ല കേട്ടോ. പഠിക്കാനൊന്നും വലിയ മിടുക്കരൊന്നുമല്ല, ആവറേജൊക്കെയാണ്. പക്ഷേ ഒരു ടെൻഷനും എനിക്ക് ഭാവിയെ പറ്റിയില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവ് നിറയണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ് കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. ഒത്തിരി കുറവുകളുണ്ട് അവർക്കെങ്കിലും നിരന്തരമായൊരു പ്രാർത്ഥന. എൻ്റെ ഒരു ശക്തി എന്തുവാണെന്നറിയോ? എൻ്റെ ഒരു ധൈര്യം എന്തുവാണെന്നറിയോ? ഭയങ്കര ചൂത്തയായിരുന്നു ഞാൻ. പഠിക്കാനൊക്കെ വളരെ മോശമായിരുന്നു. പാഠപുസ്തകം തുറക്കത്തേ ഇല്ലായിരുന്നു. പക്ഷേ എന്നെ കർത്താവ് എന്ത് ചെയ്തു? അൾത്താരയോട് ചേർന്ന് നിന്നു. അൾത്താര ബാലനായിരുന്നു, പള്ളിയുമായിട്ട് ചേർന്ന് നിന്നു. പള്ളിയുടെ പുല്ല് പറിക്കാനും ഈ കാര്യത്തിനൊക്കെ എപ്പോഴും പള്ളിയോട് ചേർന്ന് നിന്നു. തക്ക സമയത്ത് കർത്താവ് എന്ത് ചെയ്തു?
ഉയർത്തി. കർത്താവ് തക്ക സമയത്ത് കർത്താവ് ഉയർത്തി, ഒത്തിരി പഠിപ്പിച്ചു. എനിക്ക് പഠിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് കിട്ടി. MA ഇംഗ്ലീഷ്, MA ഫിലോസഫി, MA സോഷ്യോളജി, MEd 4 PG ചെയ്യാൻ പറ്റി. 2 UGC കിട്ടി. പല ജോലികൾ വന്നു പ്രിയപ്പെട്ടവരെ, പല ജോലികൾ വന്നു. ഭയങ്കരമായ ഒരു സാധ്യത. B.Ed കോളേജിൽ അധ്യാപകനാക്കി, അവിടുത്തെ പ്രിൻസിപ്പലാക്കി, ദാവീദിനെ രാജാവാക്കിയതുപോലെ ഞാൻ എപ്പോഴും എൻ്റെ കാര്യം ഓർക്കാറുണ്ട്. ഞാൻ പഠിക്കാനൊന്നും മിടുക്കനൊന്നും ആയിരുന്നില്ല. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? നമ്മളെ നിൽക്കുവല്ല, നമ്മളെ എന്ത് ചെയ്യുക? നിർത്തുക. കണക്കിന് തോറ്റ് തൊപ്പിയിട്ട് കിടന്ന ആളാണ് ആര്? ദീപ്തി. കണക്കിന് 5ാം ക്ലാസ്സിൽ എത്ര മാർക്ക്? 8 മാർക്ക്. ഒരാപ്പിളിന് 40 രൂപ. 10 ആപ്പിളിന് എത്ര രൂപ എന്ന് വെച്ചപ്പോൾ 40/10 4 രൂപ എന്ന് എഴുതി. അങ്ങനെയൊക്കെ മണ്ടത്തരമൊക്കെ കാണിച്ച ആളാണ്. പിന്നീട് എന്ത് ചെയ്തു? കണക്കിന് 10ാം ക്ലാസ് ആയപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കണക്കിന്. പിന്നെ PDCക്കും ഡിഗ്രിക്കും MSCക്കും B.Edനും M.Edനും എല്ലാം കണക്കിന് ടോപ്പായി. ഇപ്പോൾ കണക്ക് ടീച്ചർമാരെ പരിശീലിപ്പിക്കുന്ന ടീച്ചറായി. കണക്കിന് PhD ഗൈഡ് ചെയ്യുവാണ്. 6 PhD സ്കോളേഴ്സ് ഉണ്ട് ദീപ്തിക്ക്. ഇപ്പം കഴിഞ്ഞ ആഴ്ച പ്രൊഫസറായിട്ട് പുതിയ പ്രൊമോഷനായി. ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏറ്റവും തോറ്റുകിടന്ന സ്ഥലമാണ് കണക്ക്. പാറയ്ക്കകത്തുനിന്ന് വെള്ളം എന്നൊക്കെ പറഞ്ഞ പോലാണ്, കടലിലെ മുറിച്ചുള്ള ഒരു യാത്ര എന്നൊക്കെ പറയുന്ന പോലാണ്. കർത്താവിൻ്റെ കയ്യിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. ഈശോയുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുക, പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. പിന്നെ മക്കളങ്ങ് IAS ആവണം, അവനെ ആയിക്കോട്ടെ, അതൊന്നുമല്ല നമ്മൾ സ്വപ്നം കാണേണ്ടത്. എന്താണ്? മക്കൾ ദൈവകൃപയുള്ളവരായിട്ട് എന്ത് ചെയ്യണം? വളരണം. ദൈവസ്നേഹമുള്ളവരായിട്ട് കുഞ്ഞുങ്ങൾ വളരണം. ഇതായിരിക്കണം എന്ത്? നമ്മുടെ സ്വപ്നം. ഇപ്പോൾ ആർക്കും അങ്ങ് എല്ലാം A+ ഉണ്ടോ എന്നുള്ളതാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്? നോക്കും. നമ്മുടെ സ്വപ്നം നമ്മൾ തിരിച്ചു പിടിക്കണം. നമ്മുടെ സ്വപ്നം എന്താണ്? നല്ല വാല്യൂസുള്ള ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരണം. അവർ ഹാപ്പി ആയിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് ഈ ഭൂമിയിൽ ജീവിതം യാത്ര പൂർത്തിയാക്കി അവരുടെ വീട്ടിലോട്ട് എന്ത് ചെയ്യണം? പോകണം. ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ബിൽഡ് ചെയ്യാനായിട്ട്. ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട, നമ്മൾ സ്നേഹത്തിൻ്റെ ഇടങ്ങൾ സൃഷ്ടിക്കണം, സ്നേഹത്തിൻ്റെ അവസരങ്ങൾ സൃഷ്ടിക്കണം. കുട്ടികളെ കേൾക്കാൻ എന്ത് ചെയ്യണം? സമയം കൊടുക്കണം. കുട്ടികളെ അവർ പറയുന്ന എല്ലാം കേൾക്കാൻ സമയം കൊടുക്കണം. ഞാൻ മുമ്പേ തുടക്കത്തിൽ പറഞ്ഞ പോലെ പകുതി കേട്ടിട്ട് എന്ത് ചെയ്യരുത്? അവർ പറയട്ടെ. അവർക്ക് പറയാൻ എന്ത് ചെയ്യണം? അവസരം കൊടുക്കണം. നമ്മൾ നല്ല കേൾവിക്കാരാണെങ്കിൽ മാത്രം എന്തും എനിക്ക് പപ്പയുടെ പറയാം, അങ്ങനെ ഒരു ധൈര്യം. എന്ത് തെറ്റ് പറ്റിയാലും എനിക്ക് അമ്മയുടെ അടുത്ത് പറയാം എന്ന് നമ്മുടെ മക്കൾക്കൊരു ധൈര്യമുണ്ടെങ്കിൽ നമ്മുടെ പേരൻറ്റിങ് കറക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യും? പറയും. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യത്തില്ല? പേടിക്കും. കാരണം പറഞ്ഞിനി കൂടുതൽ എന്ത് ചെയ്യണ്ട, സീനാക്കണ്ട എന്ന് വിചാരിക്കും. നമ്മളിൽ അവർക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം തോന്നണം. അപ്പോഴേ നമ്മുടെ പേരൻറ്റിങ് എന്താവും? സക്സസ് ആവും. എന്തെങ്കിലും ഒരു അബദ്ധം പിള്ളേർക്ക് പറ്റിയാലുണ്ടല്ലോ, കാമാന്നൊരു അക്ഷരം പിടിക്കരുത്. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സാരമില്ല പോട്ടെ എന്ന് എന്ത് ചെയ്യണം? അവർ വേദനിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യരുത്? വേദന കൂട്ടരുത്. എത്ര വലിയ പാതകം ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലും അന്നേരം നമ്മൾ അവരെ ഹഗ് ചെയ്ത് അവരെ സ്വീകരിക്കണം, അവരെ ആശ്വസിപ്പിക്കണം. ബാക്കി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പിന്നീട് എന്ത് വരും? സിറ്റുവേഷൻസ് വരും. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഈശോ അവസരങ്ങൾ സൃഷ്ടിക്കും. അന്നേരം മതി. ആ മൊമെൻറ്റിൽ അവൻ ഏറ്റവും കൂടുതൽ വേദനിച്ചിരിക്കുന്ന ലവ് മീ മോസ്റ്റ് വെൻ ഐ ഡിസർവ് ഇറ്റ് ലീസ്റ്റ്, ഇറ്റ് ഈസ് ദെൻ ദാറ്റ് ഐ നീഡ് ഇറ്റ് മോസ്റ്റ്. ഏറ്റവും കൂടുതൽ ഞാൻ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്തിൽ ഉപദേശമല്ല വേണ്ടത്. എന്താ വേണ്ടത്? സ്നേഹമാണ് വേണ്ടത്. അത് പേരൻസ് നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അവരെ ട്രസ്റ്റ് ചെയ്യണം, അവരെ വിശ്വസിക്കണം. പ്രാർത്ഥനയുടെ ഒരു വലിയ കവചം എന്ത് ചെയ്യണം? ഈ ഡിജിറ്റൽ കാലഘട്ടങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഫാസ്റ്റിംഗ് ഒക്കെ എന്ത് ചെയ്യണം? ട്രൈ ചെയ്യണം. എപ്പോഴും 24 മണിക്കൂർ മൊബൈൽ ഫോണിൽ നമ്മൾ ഇരുന്നിട്ട് പിള്ളേർക്ക് മൊബൈൽ ഫോൺ മാറ്റി വയ്ക്കാൻ നമുക്ക് പറയാൻ എന്തില്ല? ഒരു റൈറ്റ് ഇല്ല. നമ്മൾ മൊബൈൽ ഫോണൊക്കെ മാറ്റി വയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശീലിക്കണം. നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ മൊബൈൽ ഫോൺ നോക്കിയിട്ട് എപ്പോഴും മൊബൈൽ ഫോണിൻ്റെ ഒരു അഡിക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? മാറരുത്. കാരണം ഇത് നമ്മുടെ ഒരു അവയവമായിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞു? മാറിക്കഴിഞ്ഞു. മൊബൈൽ ഫോണിൽ കണക്ടിവിറ്റി ഇല്ലെങ്കിൽ, ചാർജ് ഇല്ലെങ്കിലൊക്കെ എന്തോ ഒരു അസ്വസ്ഥതയാണ് നമുക്ക്. കാരണം അത് നമ്മുടെ എന്തായി മാറി? നമ്മുടെ ഒരു അവയവമായിട്ട് മാറി. മൊബൈൽ ഫോൺ മാറിയിരുന്നാൽ എന്തോ മുറിച്ച് കളയുന്നത് പോലുള്ള ഒരു പെയിൻ ആയിപ്പോയി, നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി. പൊതുവേ മനുഷ്യർക്ക്, നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പൊതുവേ ഉള്ള മനുഷ്യരുടെ കാര്യം ഞാൻ പറയുക. ആ ഒരു അഡിക്ഷനിൽ നമ്മൾ തിരിച്ചു വന്നാലേ പിള്ളേരെന്ത് ചെയ്യും? തിരിച്ചു വരും.
ഒരു കാര്യം ഉറപ്പാണ്, അവരെ യാത്രകൾ കൊണ്ടുപോവുകയും അവരെ കളിക്കാൻ വിടുകയും അവരെ അവരുടെ കൂടെ നടക്കാൻ പോവുകയും അവർക്ക് വർത്തമാനം പറയും, നമ്മുടെ ജീവിതത്തിൻ്റെ കഥകളൊക്കെ പറയുകയും ചെയ്യാനൊക്കെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അവർക്ക് മൊബൈൽ ഫോണിനെക്കാട്ടിൽ അതാണ് എന്ത് ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഇവിടുത്തെ ഫുട്ബോൾ തന്നെ ഭയങ്കര ഒരു അത്ഭുതമായി മാറിയിരിക്കുകയാണ്. പിള്ളേരെപ്പോഴും എല്ലാം ഇപ്പോൾ ഫുട്ബോളിനനുസരിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. ഏബലാക്സിൽ ഈ ഏപ്രിൽ മെയിൽ വന്ന ഒരു അത്ഭുതമാണ് മുട്ടറപ്പള്ളിയിലെ ഫുട്ബോൾ കേട്ടോ. ഭയങ്കരമായിട്ട് എന്നെ പോസിറ്റീവായിട്ട് അത് സഹായിച്ചു. കാരണം എന്ന് വെച്ചാൽ പിള്ളേർ മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ച് എന്താണ് ഇപ്പം അവരുടെ സെർച്ചൊക്കെ കുറച്ച് ഫുട്ബോളിനെ പറ്റി ആയിട്ട് മാറി. അപ്പം വെറുതെ ഇരുന്ന് ചൈനയിലെ പിള്ളേർ ടെഡി ബെയർ തുറക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് പകരം ചൈനയിലെ ആളുകൾ എരിയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഒക്കെ കാണുന്നതിനൊക്കെ പകരം ഇപ്പം എന്താണ് കുറച്ച് ഫുട്ബോളിലെ കളിക്കാരെ പറ്റിയൊക്കെ കുറച്ച് അവർ ഇമ്പ്രൂവ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു. അപ്പം നമുക്കൊന്ന് ഈ പുതിയ തലമുറയിൽ അവരുടെ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സാധനം അതിൽ നമുക്ക് എന്തില്ല, പിന്നോട്ട് പോകാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ, പിന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കവരെ BIY ബൈബിൾ ഇൻ എ ഇയർ ഡാനിയൽ അച്ഛൻ്റെ BIY കണക്ട് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ നമ്മുടെ ബിനോജ് അച്ഛൻ്റെ പാട്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടും. എൻ്റെ മോൾ ആഗ്നസ് ബിനോജ് അച്ഛൻ്റെ പാട്ട് പട്ടം സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ആ 4 മണിക്കൂർ വർഷിപ്പ് കഴിഞ്ഞ് അച്ഛൻ ഒരു ധ്യാനത്തിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തി. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പപ്പ എനിക്ക് ഉറപ്പായിട്ട് ആ ധ്യാനം കൂടണമെന്ന്. ഒരു മ്യൂസിക്കൽ റിട്രീറ്റിനെ പറ്റി അച്ഛൻ പറഞ്ഞു. ഒരവസരം നോക്കിയിരിക്കുക ഞങ്ങൾ. ബിനോജ് അച്ഛൻ്റെ പാട്ടുകൾ, അച്ഛൻ്റെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇത് മുഴുവൻ അച്ഛൻ സീക്വൻസ് ആയിട്ട് 10 minutes ആയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഭയങ്കര അനോയിൻറ്റിങ് ആണ്. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു അല്ലാതുള്ള സാധാരണ പ്രീച്ചിങ് ഒന്നും പിള്ളേരെ എന്ത് ചെയ്യത്തില്ല. ഇപ്പോൾ ഈ റെക്സ് ബാൻഡും ഈ ബിനോജ് അച്ഛൻ്റെ പാട്ടുമൊക്കെ മാത്രമേ പിള്ളേരെയും യൂത്തിനെയൊക്കെ ടച്ച് ചെയ്യത്തുള്ളൂ. അത് നമുക്ക് കർത്താവ് പ്രൊവൈഡ് ചെയ്യുവാണ്. ലെറ്റസ് മേക്ക് മാക്സിമം യൂസ് ഓഫ് ഇറ്റ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പം നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ കൂടുതൽ പരിശുദ്ധാത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യാം. പരിശുദ്ധാത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യാം. നമുക്ക് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാം. നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഈശോടുത്ത് പറയാം. കർത്താവ് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കറക്റ്റ് പേരൻറ്റിങ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ പറയുമ്പോഴേ നമുക്ക് എന്താവാൻ പറ്റൂ, നമുക്ക് ശരിക്കും പേരൻറ്റിങ് നമുക്ക് ആ ഗ്രേസ് നമുക്ക് കിട്ടത്തുള്ളൂ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, ആത്മസംയമനം. പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകണം. അങ്ങനെ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയണം. ഈ കുട്ടികളെയൊക്കെ കൈകാര്യം ചെയ്യുമ്പം ആ 7 ദാനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ആത്മശക്തി, ദൈവഭയം, ദൈവഭക്തി. ഈ 7 ദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആഗ്രഹിക്കണം. ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹയുടെ കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം ലേഖനം 12-14 അധ്യായങ്ങളിലെ വരങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, തീക്ഷ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഭിലഷിക്കണം. നമ്മൾക്ക് ഡെഫിനറ്റായിട്ട് നമ്മുടെ മക്കളുടെ മോളിൽ പ്രാർത്ഥിച്ച് സൗഖ്യമൊക്കെ കൊടുക്കാനുള്ള വരം മാരേജിനാൽ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. വരങ്ങൾ നമുക്കുണ്ട്, ഓൾറെഡി തന്നെ ഉണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം, അഭിഷേകം നമ്മൾ ജ്വലിപ്പിക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന ആ കൃപകൾ നമുക്ക് ജ്വലിപ്പിക്കണം. അപ്പോഴേ നമ്മൾ പേരൻറ്റിങ്ങിൽ നമ്മൾ എന്താവും, പെർഫെക്റ്റ് ആവും. യേശു ആഗ്രഹിക്കുന്ന ഒരു പേരൻറ്റിങ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒത്തിരി സ്നേഹത്തോടെ നമ്മളെ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന മക്കളെ വിശുദ്ധരാക്കി മാറ്റണം. അതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും നമ്മൾക്ക് തൃപ്തരാവാൻ പറ്റത്തില്ല. വേറെ എന്തൊക്കെ ആയാലും നമ്മുടെ മക്കൾ വിശുദ്ധരായില്ലെങ്കിൽ എല്ലാം പോയി. ഞാൻ ഈ തിരുവനന്തപുരത്തൊക്കെ ആളുകളെ നിരീക്ഷിക്കുമ്പം എനിക്കിങ്ങനെ കൗതുകരമായി, ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ്, ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ഒക്കെ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആളുകളെ നിരീക്ഷിക്കുമ്പം എനിക്കിങ്ങനെ കാണാൻ പറ്റും. ശരിക്കും പ്രാർത്ഥനയിൽ അടിയുറച്ച് നിൽക്കുന്ന കുടുംബങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് 3-4 തലമുറകളെ ഇങ്ങനെ നോക്കിയാലേ പ്രാർത്ഥനയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന കുടുംബങ്ങൾ താഴോട്ട് പോകുന്നത് നമുക്ക് കാണാം. കൃത്യമായിട്ട് നിങ്ങൾ ചുറ്റുപാട് നിരീക്ഷിച്ചാൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണത്. പ്രാർത്ഥനയിൽ അടിയുറച്ച് വയ്ക്കുന്ന കുടുംബങ്ങൾ പാറമേൽ പണിത ഭവനം പോലെ ഇങ്ങനെ കയറി വരും. അപ്പം നമുക്ക് പ്രാർത്ഥനയിൽ അടിയുറച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കാം. യേശുവിൻ്റെ കരങ്ങൾ മുറുകെ പിടിച്ച്, കരങ്ങൾ കൂപ്പി, കണ്ണുകൾ അടച്ച്, യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, അമാരോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, അമാരോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ, അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ ആ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും,
ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവൻ്റെ കൂടെ മതി. അപ്പാ പിതാവേ, ഇത്തിരി സ്നേഹത്തോടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെ ഒരു ജീവിതം ജീവിക്കുവാൻ, വിശുദ്ധിയുടെ ഒരു ജീവിതം ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണം. ഞങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടണം. ഞങ്ങളുടെ മക്കളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞങ്ങൾക്കൊരു നോവ് തരണം, ഒരു വേദന തരണം കർത്താവേ. മറ്റൊന്നിലും തൃപ്തി കണ്ടെത്താൻ പറ്റാത്തതുപോലെ കുഞ്ഞുങ്ങളെ സ്നേഹത്തിൻ്റെ വിശുദ്ധിയുടെ മക്കളാക്കി തീർക്കുവാൻ ഞങ്ങളെ അങ്ങ് ആശീർവദിച്ചാലും. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നയിക്കും ദൈവാത്മാവേ. എന്നോടു മിണ്ടും, എൻ കൂടെ ഇരിക്കും നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. കാരണവാനായ തമ്പുരാനെ, ഞങ്ങളുടെ സ്നേഹത്തിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണം. ഞങ്ങളുടെ കണ്ണുകൾക്കൊരു നനവ് തരണം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കോട്ട കെട്ടി, യേശു കർത്താവിൻ്റെ രക്തം കോട്ട കെട്ടി, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കോട്ട കെട്ടി ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണം. അങ്ങയുടെ ന്യായാസനത്തിന് മുമ്പിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് ചോദിക്കും, എവിടെ ജീവിത പങ്കാളി, എവിടെ മക്കൾ? ഞാൻ ഏൽപ്പിച്ചു തന്ന, അങ്ങ് ഏൽപ്പിച്ചു തന്ന മക്കളെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സ്നേഹിച്ച് സ്നേഹിച്ച്, അങ്ങ് എനിക്ക് തന്ന ജീവിത പങ്കാളിയെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സ്നേഹിച്ച് സ്നേഹിച്ച് വിശുദ്ധീകരിച്ച് കൂടുതൽ തിളക്കത്തോടെ അങ്ങയുടെ കരങ്ങൾ നൽകാൻ ആ ഒരു കൃപ, ആ ഒരു അഭിഷേകം ഞങ്ങൾ നിക്ഷേപിച്ചാലും നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. പ്രാർത്ഥനയിൽ ഓർക്കണം. താങ്ക് യു.